ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അക്ബറും ആര്യനും നെവിനും കൂടി ആ ഒരു ഊഞ്ഞാലിന്റെ ഏരിയയിൽ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് അക്ബർ ബിഗ് ബോസിനോട് നന്ദി പറയുന്നുണ്ട്. ബിഗ് ബോസ്, എനിക്ക് ഈ ഇമ്പാക്ട് തന്നതിന് ഒരുപാട് നന്ദി, എനിക്ക് ഇത്രയും ഇമ്പാക്ട് തന്നതിന് ഒരുപാട് നന്ദി എന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ അക്ബർ പറയുന്ന വേറൊരു കാര്യം, അനുമോള് സോറി പറഞ്ഞു, ഫ്രണ്ട്സ് ആവാം എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. ആര്യന്റെ അടുത്തും ഇത് പറഞ്ഞതായിട്ട് ആര്യൻ പറയുന്നുണ്ട്. അത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരുന്നു. ഇവർ രണ്ടുപേരും ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി അനുമോള് അക്ബറിന്റെ ആര്യന്റെ അടുത്ത് പോയി സോറി പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അക്ബർ പറയുന്ന ഒരു കാര്യം, ഇമ്പാക്ട് തന്നതിന് നന്ദി എന്ന് പറയുന്നുണ്ട്. അക്ബറിന് വരെ മനസ്സിലായി ഈ 2 ദിവസമായിട്ട് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർലി അക്ബറിനെ പൊക്കിക്കൊണ്ട് വരാനായിട്ട്, അക്ബറിനെ മോട്ടിവേറ്റ് ചെയ്ത് അക്ബറിന്റെ ഗെയിം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള 2 എപ്പിസോഡുകളായിരുന്നു എന്ന് അക്ബറിന് തന്നെ മനസ്സിലായി. ആര്യനും അതേപോലെ തന്നെ, നെവിന്, ഈ 3-4 പേരെ ഉണ്ടല്ലോ, സാബുമാൻ, ഇവരുടെയൊക്കെ ഗെയിം ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയുള്ള എപ്പിസോഡുകളായിരുന്നു. ഇവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവർക്ക് വേണ്ടി മറ്റുള്ളവരെ ശകാരിച്ച് ഇങ്ങനെയുള്ള 2 എപ്പിസോഡുകളായിരുന്നു ഇന്നത്തെയും ഇന്നലത്തെയും. അപ്പൊ ഇത് നല്ലപോലെ തന്നെ ഇവർക്ക് മനസ്സിലായി, വെളുപ്പിക്കലായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് അക്ബർ നന്ദി എന്ന് പറഞ്ഞത്. പിന്നെ അക്ബർ പറയുന്നത്, അതിനെക്കാട്ടിലും ഒക്കെ ഞാൻ നല്ലതായിരുന്നു എന്ന് എനിക്ക് അറിയാം, എങ്കിലും നമ്മൾ പോയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എന്ന്. ലക്ഷ്മിയോട് അക്ബറിന് വിരോധമുണ്ട്, അതുണ്ടായിരുന്നു. ലക്ഷ്മി പുറത്തായിട്ടും അക്ബർ ഈ ഒരു വിരോധം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ അക്ബറിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് ഐഡിയോളജിക്കലി നമുക്കും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലക്ഷ്മി ഈ ഒരു സ്റ്റേജിൽ പുറത്താവേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ലായിരുന്നു. പുറത്താവേണ്ടിയിരുന്നത് സാബുമാൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സാബുമാൻ ക്യാപ്റ്റൻ ആക്കിയതാണ് അവിടെ ഉള്ളവര്. സാബുമാനെ സേഫ് ആക്കി ഒരു മൂലയിൽ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാബുമാൻ ഇവരുടെ ആരുടെയും ഗെയിമിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യില്ല എന്നറിയാവുന്നത് കൊണ്ട് സാബുമാനെ സേഫ് ആക്കി ഇരുത്തിയതാണ്. ലക്ഷ്മിയെ അവിടെ നിർത്തിയാൽ ഇവരുടെ ഒക്കെ ഗെയിമിന് പണിയാണ്. അക്ബറിന്റെ ഒക്കെ ഗെയിം വലിച്ചു കീറി ഒട്ടിക്കും, ആര്യനെയും വലിച്ചു കീറി ഒട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഇവർ എന്ത് ചെയ്തു, ഇവര് മനഃപൂർവ്വം സാബുമാനെ പിടിച്ച് ക്യാപ്റ്റനാക്കി. അവിടെ ആകെ ഇപ്പൊ ഉള്ള വൈൽഡ് കാർഡ് സാബുമാനാണ്. ബാക്കിയുള്ള സാബുമാന്റെ കൂടെ വന്ന 4 വൈൽഡ് കാർഡുകളെയും ഇവർ പുറത്താക്കി. ലക്ഷ്മിയും ഇന്ന് പുറത്താക്കി. അപ്പൊ സാബുമാൻ മാത്രമേ ഉള്ളൂ. സാബുമാൻ ആർക്കും ഉപദ്രവം ഇല്ലാതെ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സാബുമാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കളികൾ കേട്ടോ. ഇത് പ്യൂർലി ബിഗ് ബോസിന്റെ കളിയായിരുന്നു ഈ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അനീഷിനെയും ഷാനവാസിനെയും അനുമോളെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇവര് മൈൻഡ് ആക്കാതെ ഈ 3-4 പേരെ മൈൻഡ് ചെയ്ത് ആ രീതിയിൽ ഒരു ഗെയിം കളിച്ചത്. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല ബ്രില്യൻ പ്ലാൻ തന്നെയായിരുന്നു. ഏഷ്യാനെറ്റ് ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്, ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.